സഖാവാശിക്കൂടുള്ളപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, എന്റെ പേര് മുഹമ്മദ് ആഷിഖ്. ഞാൻ വരുന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ SFIയുടെ പാനലിൽ നിന്നുകൊണ്ട് യൂണിയൻ ചെയർമാൻ സീറ്റിലേക്ക് മത്സരിക്കുകയാണ്. ഈ കോളേജിൽ മറ്റു പല വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായിട്ടും എന്ത് കാരണത്തിന്റെ പേരിലാണ് ഞാൻ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പാനലിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്നത്? അതിന് മുന്നോടിയായിട്ട് എനിക്ക് എൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഒന്ന് പറയാനുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു ശക്തമായ കോൺഗ്രസ് അനുഭവമുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു കേസുകാരനാണ്. പിന്നെ എന്തിന്റെ പേരിലാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നപ്പോൾ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയാലും ഇന്ന് SFI മണിമലക്കുന്ന SFI യൂണിയൻ ചെയർമാൻ സീറ്റിലേക്ക് ഞാൻ മത്സരിക്കുവാൻ പോകുന്നു? അതിനുള്ള മറുപടി വളരെ ലളിതമാണ്. കൗമാര കാലഘട്ടം കഴിഞ്ഞ മണിമലക്കുന്ന് കലാലയത്തിന്റെ ഇടനാഴികളിലേക്ക് കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിയെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത് അവന്റെ ജാതിയുടെയോ കുലത്തിന്റെയോ പേരിൽ അല്ല. അവൻ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനോ എന്ന് നോക്കാതെ, അവന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലും നോക്കാതെ അവനെ രണ്ട് കൈയും നീട്ടി മണിമലക്കുന്ന് ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് SFI എന്ന എന്റെ സുഹൃത്ത് പറഞ്ഞു, ഞങ്ങള് ഈ കോളേജില് ഞങ്ങളെന്ന് പറഞ്ഞ SFIക്കാരല്ല കേട്ടോ, KSUക്കാരെ അവരെല്ലാം പറഞ്ഞാണ്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഞങ്ങള് പ്രവർത്തിച്ചിട്ടില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതൊന്നും പ്രവർത്തിക്കേണ്ട പിന്നെ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രം എനിക്ക് വോട്ട് നൽകണം പറഞ്ഞ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്? എനിക്ക് ആരെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല, നാണമില്ലേ സുഹൃത്തെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വേറെ ഒന്നും എനിക്ക് ചോദിക്കാനില്ല. ഈ ഇലക്ഷന്റെ സമയമാകുമ്പോ ഈ പാമ്പ് പുതുമണാകുമ്പോ ഈ പൊതിനെ നിലനിർത്തുന്നവരെ ഇലക്ഷന്റെ സമയമാകുമ്പോൾ മാത്രം വന്നിട്ട് എനിക്ക് വോട്ട് നൽകണം എന്ന് പറയുന്ന അത്ര നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിന്റെ അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല. അത് ജയിച്ചവരാണെങ്കിൽ നോക്കി പോണ വളരെയല്ല. പിന്നെ സുഹൃത്ത് പറഞ്ഞു നമ്മുടെ ഗ്രൗണ്ടിന്റെ കാര്യം. ഗ്രൗണ്ടിന് ചുറ്റുമതിലില്ല, ശരിയാണ്. ഇവിടെ പലരും കല്യാണ പന്തലാക്കുന്നുണ്ട് എന്ന് പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഈ സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവന്നത് LDF സ്ഥാനാർത്ഥി MJ ജേക്കബാണ്. MJ ജേക്കബ് ഇവിടെ സ്റ്റേഡിയം കൊണ്ടുവന്നു. അധികാരത്തിൽ ഇപ്പൊ ഇവിടെ ഒരു ചുറ്റുമതിലില്ല എന്നൊരു ക്യാമ്പയിൻ എടുക്കേണ്ടത്. ഇവിടെ ഇന്ന് കഴിഞ്ഞ വർഷം 5 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടെ കോൺഗ്രസ് സർക്കാരായിരുന്നില്ലേ? ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നില്ലേ ഇവരുടെ മന്ത്രി അനൂപ് ജേക്കബ്? എന്തുകൊണ്ട് വരാം മന്ത്രിയെ പോയി കണ്ടില്ല? ഇവിടെ ചുറ്റുമതിലില്ല എന്ന കാര്യം പറഞ്ഞില്ല. പിന്നെ എന്തിന് ഈ ക്യാമ്പയിനിൽ ഇങ്ങനെ വന്നിട്ട് ചുറ്റുമതിലില്ല ഇതാണ് എന്ന് പറയുന്നത്? പിന്നെ ഇവരുടെ പല ക്യാമ്പയിനുകളിലും ഇവര് SFIക്കാർ അക്രമ രാഷ്ട്രീയം കാണിച്ചു എന്ന് പറയുന്നുണ്ട്.